തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? ഉത്തരം പ്ലാസ്മാവസ്ഥയിൽ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്? ഉത്തരം ജൂൾ. ഒരു ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ഏതു തരം ഊർജമാണുള്ളത്? ഉത്തരം സ്ഥിതികോർജം. കായിക ബലത്തെ വൈദ്യുതോർജമായി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഡൈനാമോ. ഡൈനാമോ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം മൈക്കിൾ ഫാരഡേ. പവർ അളക്കുന്ന യൂണിറ്റ്? ഉത്തരം വാട്ട്. സൗരസ്പെക്ട്രത്തിൽ ഇരുണ്ട വരകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആര്? ഉത്തരം ജോസഫ് ഫ്രാൻഹോഫർ. ടിവിയുടെ റിമോട്ട് കൺട്രോൾ പ്രയോജനപ്പെടുത്തുന്ന വികിരണം? ഉത്തരം ഇൻഫ്രാറെഡ്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഭൂമധ്യരേഖ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത്? ഉത്തരം ഐസക് ന്യൂട്ടൻ. ഊഷ്മാവ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം തെർമോമീറ്റർ. ബാരോമീറ്ററിലെ മർദ്ദത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഉഷ്ണ കാലാവസ്ഥയെ. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം സോണാർ. മഴക്കാലത്ത് മഴവില്ല് കാണുന്നത് ഏത് ദിശയിലാണ്? ഉത്തരം കിഴക്ക്. കണ്ണിൻ്റെ റെറ്റിനയിൽ പതിയുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഉത്തരം യഥാർത്ഥവും തലകീഴായതും. ഹ്രസ്വദൃഷ്ടിയുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ലെൻസ്? ഉത്തരം കോൺകേവ്. ഒരു ചുവന്ന വസ്തു നീല നിറമുള്ള ഗ്ലാസ്സിലൂടെ നോക്കിയാൽ ഏതു നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം കറുപ്പ്. പ്രകാശത്തിൻ്റെ 3 പ്രാഥമിക വർണ്ണങ്ങൾ? ഉത്തരം ചുവപ്പ്, പച്ച, നീല. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏത്? ഉത്തരം കറുപ്പ്. സൂര്യനിൽ നിന്നുള്ള താപോർജവും പ്രകാശോർജവും എങ്ങനെയാണ് ഭൂമിയിൽ എത്തുന്നത്? ഉത്തരം വികിരണം. തരംഗ ദൈർഘ്യം കൂടുതലുള്ള നിറം? ഉത്തരം ചുവപ്പ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം? ഉത്തരം ഈയം. ഫ്യൂസ് കമ്പി ഉപയോഗിക്കുന്നത് എന്തിന്? ഉത്തരം അമിത വൈദ്യുത പ്രവാഹത്തെ തടയാൻ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം? ഉത്തരം വെള്ളി. ഫ്യൂസ് കമ്പിയിലെ ലോഹസങ്കരം? ഉത്തരം ലെഡ്, ടിൻ. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കാമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം മൈക്കിൾ ഫാരഡേ. വൈദ്യുതിയുടെ വോൾട്ടേജ് വ്യതിയാനം വരുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ട്രാൻസ്ഫോമർ. ഫ്ലൂറസെൻ്റ് ലാമ്പിൽ ചോക്ക് ഉപയോഗിക്കുന്നത്? ഉത്തരം പ്രതിരോധം വർദ്ധിപ്പിക്കുവാൻ. വൈദ്യുത പ്രവാഹം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത്? ഉത്തരം അമ്മീറ്റർ. ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിൻ്റെ പേരെന്ത്? ഉത്തരം സിലിക്കൺ. ടെലിവിഷൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം ജോൺ ബയേഡ്. ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയിലൂടെ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം? ഉത്തരം എക്കോ സൗണ്ടർ. AC-യെ DC ആക്കുന്ന ഉപകരണം? ഉത്തരം റെക്റ്റിഫയർ. DC-യെ AC ആക്കുന്ന ഉപകരണം? ഉത്തരം ഓസിലേറ്റർ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം? ഉത്തരം അക്കോസ്റ്റിക്സ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാകുന്ന ആന്തരിക ബലം? ഉത്തരം ഇലാസ്റ്റിക് ബലം. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ്? ഉത്തരം ഘനമീറ്റർ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തിന് പറയുന്നത്? ഉത്തരം സമചലനം. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ.
ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓസിലോസ്കോപ്പ്. 20 ഹെർട്സിൽ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദത്തിന് പറയുന്നത്? ഉത്തരം ഇൻഫ്രാസോണിക്. 20,000 ഹെർട്സിലും ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദത്തിന് പറയുന്നത്? ഉത്തരം അൾട്രാസോണിക്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം? ഉത്തരം ഒപ്റ്റിക്സ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ലിയോൺ ഫുക്കാൾട്ട്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം? ഉത്തരം 8 മിനിറ്റ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം? ഉത്തരം ശൂന്യതയിലാണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം? ഉത്തരം വജ്രം. ആകാശവും കടൽ ജലവും നീല നിറത്തിൽ കാണുന്നതിന് കാരണം? ഉത്തരം വിസരണം. ജലത്തിൽ താഴ്ത്തി വച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞതായി തോന്നുന്നതിന് കാരണം? ഉത്തരം അപവർത്തനം. ഒപ്റ്റിക്കൽ ഫൈബർ പ്രകാശത്തെ കടത്തിവിടുന്നതിന് കാരണം? ഉത്തരം പൂർണ്ണാന്തര പ്രതിഫലനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിനു കാരണം? ഉത്തരം അപവർത്തനം. സോപ്പ് കുമിളകളിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ തിളങ്ങുന്നത്? ഉത്തരം ഇൻ്റർഫെറൻസ്. കണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം ഐസക് ന്യൂട്ടൻ. തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം ക്രിസ്റ്റ്യൻ ഹൈജൻസ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം മാക്സ് പ്ലാങ്ക്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ടാക്കിയോണുകളെ കണ്ടെത്തിയ മലയാളി? ECG സുദർശൻ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം? ഉത്തരം 25 സെൻറ്റിമീറ്റർ. വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനത? ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടിയിൽ അടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം റെറ്റിനയുടെ എവിടെയാണ് പതിക്കുന്നത്? റെറ്റിനയുടെ പിന്നിൽ. ഏത് ലെൻസ് ഉപയോഗിച്ച് ദീർഘദൃഷ്ടി പരിഹരിക്കാം? ഉത്തരം കോൺവെക്സ് ലെൻസ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തതുമായ കണ്ണിൻ്റെ ന്യൂനത? ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ്? ഉത്തരം കോൺകേവ് ലെൻസ്. കോർണിയയുടെ വക്രത കുറയുന്നത് മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ ന്യൂനത? ഉത്തരം വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? ഉത്തരം സിലിണ്ടറിക്കൽ ലെൻസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിൻറ്റ് ഗ്ലാസ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ്? കോൺവെക്സ് ലെൻസ്. ലെൻസിൻ്റെ പവർ അളക്കാനുള്ള യൂണിറ്റ്? ഉത്തരം ഡയോപ്റ്റർ. ധവള പ്രകാശത്തിൽ 7 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഐസക് ന്യൂട്ടൻ. ആദ്യമായി വൈദ്യുത രാസസെൽ നിർമ്മിച്ചത് ആര്? അലക്സാൻഡ്രോ വോൾട്ട. വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഗാൽവനോസ്കോപ്പ്. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കാന്തം? ലോഡ്സ്റ്റോൺ. ഒരു ന്യൂക്ലിയസ് വികിരണോർജം നിരന്തരം ഉത്സർജിച്ച് മറ്റൊരു മൂലകത്തിൻ്റെ ന്യൂക്ലിയസായി മാറുന്ന പ്രക്രിയ? ഉത്തരം റേഡിയോ ആക്ടിവിറ്റി. പ്രകൃത്യായുള്ള റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആര്? ഉത്തരം ഹെൻറി ബെക്കറൽ. ആൽഫ, ബീറ്റ, ഗാമ എന്നീ കണങ്ങൾ കണ്ടെത്തിയത് ആര്? ഉത്തരം റുദർഫോർഡ്. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്? ഉത്തരം ജൂലിയറ്റും ഐറിൻ ക്യൂറിയും. വേഗത കുറഞ്ഞ ന്യൂട്രോൺ കണങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ ഫലമായി ഭാരമേറിയ ന്യൂക്ലിയസുകൾ രണ്ടായി വിഘടിക്കപ്പെടുന്ന പ്രതിഭാസം?
ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബ് ഏത് പ്രതിഭാസം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ന്യൂക്ലിയർ ഫിഷൻ. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ? ഉത്തരം ട്രാൻസ്മ്യൂട്ടേഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. താരതമ്യേന ചെറുതായതും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതുമായ രണ്ട് ന്യൂക്ലിയസുകൾ ഒന്നാകുന്നതിൻ്റെ ഫലമായി ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ടാകുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ആദ്യമായി ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം റുദർഫോർഡ്. റേഡിയോ ആക്ടിവിറ്റി നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം? ഉത്തരം ഗീഗർ കൗണ്ടർ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പായ കാർബൺ-14 ഉപയോഗപ്പെടുത്തുന്നതിന് പറയുന്നത്? കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം വില്ലേഴ്സ് ഫ്രാങ്ക്ലി ബി. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങൾ? ഉത്തരം ഐസോബാറുകൾ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങൾ? ഉത്തരം ഐസോടോപ്പുകൾ. അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായ വർഷം? ഉത്തരം 1948. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം? ഉത്തരം പൊക്രാൻ, രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ? ഉത്തരം ഹോമി ജെ ഭാഭ. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ട്രോംബെ, മഹാരാഷ്ട്ര. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം? ഉത്തരം പ്ലൂട്ടോണിയം. ഇന്ത്യ നിർമ്മിച്ച ആണവ അന്തർവാഹിനി? ഉത്തരം INS അരിഹന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ? ഉത്തരം അപ്സര. ന്യൂക്ലിയർ ഫിഷനിൽ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണം? ഉത്തരം ന്യൂട്രോൺ. ന്യൂക്ലിയർ റിയാക്ടറുകളിലെ അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങൾക്ക് പറയുന്നത്? ഉത്തരം മോഡറേറ്ററുകൾ. ആദ്യത്തെ വാർത്താവിനിമയോപാധി? ഉത്തരം ടെലിഗ്രാഫ്. അന്തരീക്ഷത്തിലെ ഏതു പാളിയാണ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഉത്തരം അയണോസ്ഫിയർ. ഇടിമിന്നലിൽ മിന്നൽ കാണുന്നതിനു മുമ്പേ ഇടിയുടെ ശബ്ദം കേൾക്കുന്നില്ല, എന്തുകൊണ്ട്? ഉത്തരം പ്രകാശരശ്മികൾ ശബ്ദ തരംഗത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്.